അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് അൽറാജി ബാങ്കിൻ്റെ പുതിയ മൊബൈൽ ആപ്പിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ അൽറാജി മൊബൈൽ ആപ്പ് വഴി, അൽറാജി ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് വഴി എങ്ങനെ നിങ്ങൾക്ക് മൊബൈലിൽ, അതായത് നിങ്ങളുടെ സിമ്മിൽ നെറ്റ് സിം ആണെങ്കിൽ ശരി, മൊബൈലിൻ്റെ നോർമൽ പോസ്റ്റ് പെയ്ഡ് പ്രീപെയ്ഡ് സിം ആണെങ്കിൽ ശരി, അതിൽ എങ്ങനെ റീചാർജ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയ്ക്കുള്ളിൽ പോവാം. അതിനു മുന്നേ ഇതുവരെയ്ക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, അൽറാജി മൊബൈൽ ആപ്പ് നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ആപ്പ് ഡൗൺലോഡായിട്ട് നിങ്ങളുടെ ഫോണിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ ഇങ്ങനെയായിരിക്കും കാണുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ പാസ്വേഡ് എൻ്റർ ചെയ്യാനൊക്കെ വരും. പാസ്വേഡ് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്കിതാ പഴയതുപോലെയല്ല, ഇപ്പോൾ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഉണ്ട്. പെൻഷൻ ആൻഡ് ഫിനാൻസ് പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ ക്രെഡിറ്റ്സ് കാർഡ്, ഡിസ്കവർ അവർ ന്യൂ ഓഫേഴ്സ്, ലോഡ് ഇറ്റ് ഷോപ്പ്, യുവർ സേഫ്റ്റി ഈസ് പ്രയോറിറ്റി, അത് ഇൻഷുറൻസിനെ പറ്റിയിട്ട്, തഗഫുൽ ഇൻഷുറൻസിനെ പറ്റിയിട്ട്, അൽറാജി ബാങ്ക് ക്യാപിറ്റൽ, അങ്ങനെ ന്യൂ ഓപ്പൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ എല്ലാത്തിനെ പറ്റിയിട്ടും ഇതിൽ തന്നെ ഉണ്ട്. നമ്മൾക്ക് ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ഇത് വഴി തന്നെ, ഈ മൊബൈൽ ആപ്പ് വഴി തന്നെ ബാങ്കിലേക്ക് പോവാതെ തുടങ്ങാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ ഉള്ള എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പോലും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ നിയർ ബൈ ഇതിൻ്റെ ലൊക്കേഷൻസ്, നിങ്ങൾക്ക് ATMസിൻ്റെയും ബ്രാഞ്ചസിൻ്റെയും എല്ലാം ലൊക്കേഷൻസ് കാണാൻ പറ്റുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് പോയിട്ട് സെർച്ച് ചെയ്തെടുക്കാം. പിന്നെ കറൻസി കൺവേർട്ടർ ഉണ്ട് ഇതിൽ. ഇത് കണ്ടില്ലേ, ഈ കറൻസി കൺവേർട്ടറിൽ നമ്മൾക്കിപ്പോൾ SRഉം USD ഡോളറുമാണ് ഓൾറെഡി ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേറെ വല്ല കറൻസി വേണം, ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ റുപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്ലസ് എന്ന് കാണുന്നത് കണ്ടില്ലേ, അതിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പ്ലസ്സിൽ പ്രസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കൺട്രീസിൽ വരും. ഓസ്ട്രേലിയ, ബഹ്റൈൻ ദിനാർ, ബംഗ്ലാദേശ് ധാക്ക, അങ്ങനെ പറഞ്ഞിട്ടൊക്കെ വരും. ഇപ്പോൾ നമ്മൾക്ക് ഇന്ത്യൻ റുപ്പീസാണ് വേണ്ടതെന്നുള്ളതെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇന്ത്യൻ റുപ്പീസിൻ്റെ ഒരു റിയാൽ, ഇന്ത്യൻ റുപ്പീസ് ഇന്നത്തെ റേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ അൽറാജി ബാങ്ക് അക്കൗണ്ട് വഴി അയക്കുമ്പോൾ എത്ര റേറ്റാണ് നിങ്ങൾക്ക് കിട്ടുക, ആ റേറ്റ് ഇതിൽ കാണിച്ചു തരുന്നതായിരിക്കും. അത് ഇല്ല വേറെ വല്ല കൺട്രിയിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിലും ഇതിലോട്ട് പോവാവുന്നതാണ്. പിന്നെ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, നമ്മൾക്ക് എന്ത് വേണമെങ്കിലും വിളിച്ച് ചോദിക്കാവുന്നതാണ് അതുവഴി. അടുത്തത് നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. പാസ്വേഡ് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 4 ഡിജിറ്റ് വെരിഫിക്കേഷൻ കോഡ് നിങ്ങളുടെ മൊബൈലിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ഇത് വരും. അപ്പോൾ ഇതിൽ 4 ഡിജിറ്റ്സ് വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളത് അടിച്ചു കൊടുക്കുക. അത് അടിച്ചു കൊടുത്താൽ നിങ്ങളുടെ ഈ മൊബൈൽ ആപ്പിൻ്റെ ഉള്ളിലോട്ട് പോകും. അതിൻ്റെ ഉള്ളിലോട്ട് പോയാൽ നിങ്ങളുടെ പിൻ നമ്പറും അങ്ങനെയുള്ള ഡീറ്റെയിൽസും ഫോൺ നമ്പറല്ല, നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കാണും. അപ്പോൾ പഴയ ആപ്പ് പോലെ തന്നെ ഡാഷ്ബോർഡ്, അക്കൗണ്ട്സ്, കാർഡ്സ്, അങ്ങനെ എല്ലാം കാണും. ഇതിൽ കണ്ടില്ലേ, അവസാനത്തുനിന്ന് മൂന്നാമത്തതായിട്ട് മാർക്കറ്റ് എന്ന് കാണുന്നത്, ആ മാർക്കറ്റിലാണ് നിങ്ങൾ പ്രസ് ചെയ്യേണ്ടത്. മാർക്കറ്റിൽ പ്രസ് ചെയ്താൽ കുറേ കമ്പനീസിൻ്റെ പേരുകൾ കാണും. ഇതിലെല്ലാത്തിലും പേയ്മെൻറ്റ് നമ്മൾക്ക് ഈ ഓൺലൈൻ വഴി നടത്താൻ പറ്റും. ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, പ്രീപെയ്ഡ് ടെലികോംസ് ഉണ്ട്, അതുപോലെ സെൻറ്റർ പോയിൻറ്റ്, മാക്സ്, അങ്ങനെ കുറേ സംഭവങ്ങളുടെ ഉണ്ട് ഇതിലിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റീചാർജ് ചെയ്യാൻ മൊബൈൽ, STC, സെയിന്, അങ്ങനെയെല്ലാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്നതായിരിക്കും. ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് വേണ്ടത് എന്താണോ അത് നിങ്ങൾക്ക് സെർച്ചിൽ പോയിട്ട് ടൈപ്പ് ചെയ്ത് നോക്കാവുന്നതും ആണ്. അപ്പോൾ ഞാനിപ്പോൾ STCൻ്റെ പേയ്മെൻറ്റാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. STC മൊബൈൽ പ്രീപെയ്ഡ് അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് റീചാർജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ STCയിൽ നിങ്ങൾ പ്രസ് ചെയ്യുക. STCയിൽ പ്രസ് ചെയ്യുമ്പോൾ STCയിലുള്ള റീചാർജിൻ്റെ എല്ലാ ഓഫേഴ്സും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നതായിരിക്കും.
ഇപ്പോൾ ഇൻ്റർനെറ്റ് ഓഫേഴ്സ് വേണമെങ്കിൽ ഇൻ്റർനെറ്റ് ഓഫേഴ്സ്, അല്ലെങ്കിൽ പ്രീപെയ്ഡ് റീചാർജ് ആണെങ്കിൽ അതിൻ്റെ ഓഫേഴ്സ്, അതെല്ലാം തന്നെ ഇതിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നോക്കുക. ഇൻക്ലൂഡിങ് വാറ്റ് ആണ് ഇതിൽ മണി കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 15 റിയാലിൻ്റെ ഓഫറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ 15 റിയാലിൻ്റെ അവിടെ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ എത്ര റിയാലിൻ്റെ ആണോ റീചാർജ് ചെയ്യേണ്ടത് അത് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വാറ്റിൻ്റെ എമൗണ്ട് സഹിതം ഇതിൽ കാണിക്കുന്നതായിരിക്കും. റിട്രീവ് മൈ മൊബൈൽ നമ്പർ എന്ന് കൊടുത്താൽ നിങ്ങളുടെ സ്വന്തം മൊബൈൽ നമ്പർ കാണിക്കുന്നതായിരിക്കും. ഇല്ല നിങ്ങൾക്ക് സ്വന്തം മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾ ഈ അൽറാജി ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ അത് കാണിക്കുന്നതായിരിക്കും. ഇല്ല നിങ്ങൾക്ക് വേറെ വല്ല മൊബൈൽ നമ്പറുമാണ് പ്രസ് ചെയ്തിട്ട് വേറെ വല്ല മൊബൈൽ നമ്പറുമാണ് നിങ്ങൾക്ക് റീചാർജ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പർ ഇതിൽ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൽ കുറേ ടേംസ് ആൻഡ് പോളിസീസ് എല്ലാം ഉണ്ടാവും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കാം. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് അടിച്ചു വിട്ടാൽ മതി. നെക്സ്റ്റ് അടിക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും അക്കൗണ്ട് ഡീറ്റെയിൽസും എല്ലാം കാണിക്കുന്നതായിരിക്കും. അതിൽ നിന്ന് ഇത്ര എമൗണ്ട് എടുക്കുന്നുണ്ടെന്നും കാണിക്കും. നിങ്ങളുടെ ഫോൺ നമ്പറും അങ്ങനെ എല്ലാം കാണിക്കുന്നതായിരിക്കും. ഇതിൽ വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നോക്കണം, ക്ലാരിഫൈ ചെയ്യണം. ഇപ്പോൾ അത് കഴിയുമ്പോൾ ഈ നിങ്ങളുടെ മൊബൈലുമായിട്ട് രജിസ്റ്റർ ചെയ്ത അക്കൗണ്ടിലേക്ക് 4 ഡിജിറ്റ് കോഡ് സെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ 4 ഡിജിറ്റ് കോഡ് അടിക്കുക. ആ 4 ഡിജിറ്റ് കോഡ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് റീചാർജ് പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായി എന്ന് പറഞ്ഞിട്ട് ഇതിൽ വരുന്നതായിരിക്കും. യു ഹാവ് സക്സസ്ഫുള്ളി പർച്ചേസ്ഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അൽറാജ് മൊബൈലിനെ പറ്റിയിട്ട് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്.